അമേരിക്കയെ പിടികൂടിയ ചുഴലിക്കൊടുങ്കാറ്റിൽ മരണസംഖ്യ 60 കവിഞ്ഞു. വാഹനങ്ങൾ പറന്നു പോകുന്ന തരത്തിൽ അതിശക്തമായിരിക്കുന്ന കൊടുങ്കാറ്റിന് തുല്യമായിരിക്കുന്ന ചുഴലിക്കാറ്റാണ് രൂപപ്പെട്ടത് എന്ന് നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും കരുതിയിരിക്കണം എന്നുള്ളതും സർക്കാർ തലത്തിലുള്ള ഈ സഹായ നമ്പർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പറയുന്ന കാര്യം, അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ചുഴലിക്കാറ്റ് ഉണ്ടായത്. പ്രകൃതി ക്ഷോഭിക്കുന്ന തരത്തിലാണ് ഈ കാറ്റിനെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നത്. ഫ്ലോറിഡയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തീപിടുത്തം ഉണ്ടായിട്ട് ശാന്തമായിരിക്കുന്ന പ്രദേശമാണ് ഫ്ലോറിഡ. പെൻസിൽവാനിയ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പ്രദേശത്തെയാണ് രണ്ടാം ഘട്ടത്തിൽ വീണ്ടും ചുഴലിക്കാറ്റുമായിട്ട് പ്രകൃതിക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. ഇത്തരം പ്രകൃതിക്ഷോഭത്തിന്റെ മുന്നറിയിപ്പുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളിൽ അമേരിക്ക പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആരോപിച്ചു. സാധാരണഗതിയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിനുള്ള താല്പര്യം പോലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മനസ്സിലാക്കിയിട്ട് അത് ജനങ്ങൾക്ക് നൽകുന്ന കാര്യത്തിലും അമേരിക്ക എല്ലാ കാലത്തും പരാജയപ്പെടാറുണ്ട്. ഫ്ലോറിഡയിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഏറെക്കുറെ ജനങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് അഭിപ്രായം. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ആളുകളൊക്കെ കൂട്ടത്തോടുകൂടി പാലായനം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ചില മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ശാന്തത വന്നിട്ടുണ്ടെങ്കിലും നിലവിൽ വീണ്ടും അത് ഉണ്ടാവാനുള്ള സാധ്യതയും ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റാകുമോ എന്നുള്ളൊരു ഭയപ്പാടും ജനങ്ങൾക്കുണ്ട്. ഭീതി പരത്തേണ്ട കാര്യമില്ലെന്നും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ള തരത്തിലുമുള്ള വിവരങ്ങളാണ് ആ മേഖലയിൽ നിന്നൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് സർവ്വ മേഖലയിലും യുദ്ധവും കെടുതിയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അമേരിക്ക വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശാപം എന്ന നിലക്കോ ദൈവകോപം എന്ന നിലക്കോ ആണ് പ്രകൃതി തിരിച്ചടി നൽകുന്നത് എന്നൊരു അഭിപ്രായക്കാർ ജൂത വിഭാഗത്തിൽ തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ക്രിസ്ത്യൻ മിഷണറിയിലായി ബന്ധപ്പെട്ട ആളുകളും ഇതേ അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കി അവിടെ ദുരന്തവുമാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് പ്രകൃതി തന്നെ വലിയ തിരിച്ചടി തരികയാണ്. തീപിടുത്തത്തിലുള്ള തിരിച്ചടി നമ്മൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ചുഴലിക്കൊടുങ്കാറ്റ് എന്ന് പറയുന്ന മറ്റൊരു പ്രതിഭാസം കൂടി നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. ഇനിയും വലിയ ദുരന്തങ്ങളൊക്കെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതും ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കണം എന്നും ക്രിസ്ത്യൻ മിഷണറിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അദ്ദേഹം അധികാരമേൽക്കുന്നതിനോടനുബന്ധിച്ച് ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടനുബന്ധിച്ച് ക്രിസ്ത്യൻ സഭയിൽ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നിരുന്നു. ആ പ്രതിജ്ഞയോടനുബന്ധിച്ച് മിഷണറി വിഭാഗം തന്നെ ചില നിർദ്ദേശങ്ങൾ ട്രംപിന് വായിച്ച് കേൾപ്പിക്കുകയും ഇതിനനുസരിച്ച് നിങ്ങൾ രാജ്യഭരണം നടത്തണം എന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടു എന്ന് രണ്ട് രീതിയിലുള്ള വിവരങ്ങളൊക്കെ അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ എല്ലാ കാലത്തും മറ്റു രാജ്യക്കാരുടെയും മറ്റുള്ള ആളുകളുടെയും വിഷയത്തിൽ ഇടപെടുന്നവരാണ്. അവരുടെ ആ രാജ്യത്ത് അവരനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചോ ബുദ്ധിമുട്ടിനെക്കുറിച്ചോ നമ്മളൊരിക്കലും ആലോചിക്കാറില്ല. എൻ്റെ രാജ്യം, ഞാനും എൻ്റെ രാജ്യവും, എൻ്റെ സമീപനം, എൻ്റെ നിലപാടും അത് തന്നെ മുയച്ചു നിൽക്കണം എന്ന് പറയുന്നത് ഫാസിസത്തിനോട് തുല്യമാണ്. മറ്റുള്ളവർക്കും സംസാരിക്കാനുള്ളത് നമ്മൾ കേൾക്കുകയും അവരുടെ നിലപാടുകളും അഭിപ്രായങ്ങളും മാനിക്കുകയും അവിടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് നമ്മളവരുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാതിരിക്കുകയും ഇങ്ങനെയൊക്കെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക എടുത്തിരിക്കുന്ന പല തെറ്റായിരിക്കുന്ന സമീപനങ്ങളും പിൽക്കാലത്തേക്ക് നമ്മൾക്ക് വലിയ പ്രയാസം ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു എന്ന തരത്തിലാണ് അവിടെ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചിട്ട് ഡൊണാൾഡ് ട്രംപിന് ആദ്യഘട്ടത്തിൽ തന്നെ ഉപദേശം നൽകിയത്. ഉപദേശമൊക്കെ അദ്ദേഹം അംഗീകരിക്കുകയും ഈ രീതിയിൽ സമാധാനമായിട്ട് നിൽക്കണമെന്നും യുദ്ധമില്ലാത്തൊരു ലോകമാണ് താൻ സ്വപ്നം കാണുന്നത് എന്നൊക്കെ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ തന്നെ ആദ്യത്തെ ഘട്ടത്തിലുള്ള തീരുമാനം തന്നെ ഇസ്രായേലിന് ആയുധം നൽകാൻ വേണ്ടി തീരുമാനിച്ച കരാറിൽ ഒപ്പിട്ടു എന്നുള്ളതാണ്. അത് രഹസ്യമായിട്ടാണ് കരാറിൽ ഒപ്പിട്ടത് എങ്കിലും അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആയുധ കപ്പൽ പോയിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ്. ഈ കരാർ ഉണ്ടാക്കിയതിൻ്റെ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഒരാഴ്ചക്കിടയിൽ നടന്നിരിക്കുന്ന സംഭവമാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ സമാധാനത്തിന് വേണ്ടി ശ്രമം നടത്തുന്നു. പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സമാധാന ശ്രമത്തിലും അമേരിക്കയുടെ ഒരു പ്രതിനിധി എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഖത്തർ നേതൃത്വം നൽകുന്നു, അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈജിപ്ത് ഉണ്ടാവുന്നു. അവർ രണ്ടിലെയും ഇടയിലൂടെ
അമേരിക്ക അവിടെ നുഴഞ്ഞു കയറിയിട്ട് അവിടെ എത്തിയിട്ട് ഞങ്ങളാണ് സമാധാനത്തിന്റെ ആളുകൾ എന്ന് ലോകത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി സാധാരണ അവർ ചെയ്യാറുള്ളതാണ്. എന്നാൽ ഈ ആയുധം നിർത്തിയാൽ തന്നെ യുദ്ധം അവസാനിക്കും എന്നുള്ളത് അമേരിക്കക്ക് തന്നെ അറിയാം, ലോകത്തിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആയുധം ഇസ്രായേൽ നൽകുന്നത് നിർത്തലാക്കുന്നതോട് കൂടിയിട്ട് അവസാനിക്കാവുന്ന യുദ്ധമേ യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളൂ. ഇസ്രായേൽ അത്ര ശക്തിയുള്ള രാജ്യമോ ബലമുള്ള രാജ്യങ്ങളോ ഒന്നുമല്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ശക്തിയും അവരുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്നത് തൊട്ടുപിറകിൽ നിഴല് പോലെ അമേരിക്ക എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിന്റെ പുറത്താണ്. അതുകൊണ്ട് സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ചർച്ചയല്ല ആവശ്യം. പിന്നെ ആവശ്യം എന്ന് പറയുന്നത് അമേരിക്ക ഇസ്രായേലിന് ആയുധം കൊടുക്കാതിരിക്കുക എന്ന് മാത്രമാണ്. അതൊരിക്കലും ട്രംപ് ചെയ്യാതിരിക്കില്ല, അല്ലെ അമേരിക്കൻ പ്രസിഡന്റുമാർ ചെയ്യാതിരിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അത് ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ പ്രകൃതിയുടെ ക്രൂരതയും കൃതിയുടെ താണ്ഡവും വിളിച്ചു വരുത്തുന്ന പ്രവൃത്തി അവസാനിപ്പിക്കണം. യുദ്ധം അവസാനിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ഉക്രൈൻ നൽകുന്ന സഹായം നിർത്തലാക്കുക. അതോടുകൂടി തന്നെ പ്രശ്നം അവസാനിക്കും. അതിനുവേണ്ടി അമേരിക്ക തയ്യാറെടുക്കണം എന്നുള്ളിടത്തേക്കാണ്. അതുകൊണ്ടാണ് നിരന്തരം പല ഘട്ടത്തിലും തീപിടുത്തമായിട്ടും കൊടുങ്കാറ്റായിട്ടും അമേരിക്കയെ പ്രകൃതി തന്നെ ക്ഷോഭിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അത് അവസാനിപ്പിക്കണം എന്നാണ് മിലിറ്ററി ഈ ക്രിസ്ത്യൻ മിഷനറി വിഭാഗത്തിൽ നിന്നൊക്കെ ഇപ്പോൾ അഭിപ്രായങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്.